ഗുഡ് മോർണിംഗ്. മീര വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ വീഡിയോ ആയിട്ട് ഇടുന്നത്. രാവിലെ ചായയൊക്കെ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറുമാണ്. ഇവിടെ എല്ലാവർക്കും പനിയും ഒക്കെയാണ്. എൻ്റെ അമ്മയ്ക്കും ഹസ്ബൻഡിനും ഒക്കെ പനിയാണ്. അപ്പം ഫിഷും ചിക്കനൊന്നും ഇല്ല സൺഡേ ആയിട്ട്. അപ്പം ഞാൻ സാമ്പാറും ഉണ്ടാക്കി, രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കുക. അത് കഴിഞ്ഞ് സൺഡേ ആയതുകൊണ്ട് ലേറ്റായിട്ടാണ് എണീറ്റത്. പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്ത്, ഞങ്ങളുടെ വീട്ടിൽ വരുന്ന പൂച്ചക്കുട്ടിയാണേ, ഇപ്പോൾ വന്നതാണ്. 2-3 ദിവസമായുള്ളൂ ഇവിടെ കാണാൻ തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്തുവാ, ഇതെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കുന്നത്. ഇഡ്ഡലിയെല്ലാം കോരി ഒഴിച്ച് അടുപ്പിൽ വെച്ചതിന് ശേഷം ഞാൻ ചായ കുടിക്കായിരുന്നേ. ചായ കുടിക്കുമ്പോഴത്തേക്ക് ഫോണും നോക്കി ചായ കുടിച്ച് കുറച്ച് സമയം. പിന്നെ അത് കഴിഞ്ഞ് ഇതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് എല്ലാവരും എണീറ്റ് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാതിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എല്ലാവർക്കും സുഖമില്ല, അതുകൊണ്ട് എല്ലാവരും ലേറ്റായിട്ടൊക്കെയാണ് എണീറ്റത്. അതിന് ശേഷം ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള ഇതൊക്കെ റെഡിയാക്കണം. ഞാനൊന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും ഇടുന്നില്ല. കുക്കിംഗ് വീഡിയോ ഒരു രസം വയ്ക്കുന്നത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ കുക്കറിലാണ് ഈ ചോറൊക്കെ വേവിക്കുന്നത്. അരി നേരത്തെ ഇച്ചിരി കുക്കറിലിടുന്നതിന് 10 മിനിറ്റ് കുതിർത്തിട്ടാണ് കുക്കറിനകത്തിട്ട് വേവിക്കുന്നത്. പിന്നെ വെള്ളമൊക്കെ നേരത്തെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ബീട്രൂട്ടും സവാളയൊക്കെ എടുത്തിട്ടൊരു തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അത് വെച്ചിട്ടുണ്ട്. അത് വെക്കാൻ വേണ്ടിയിട്ടെല്ലാം അരിഞ്ഞൊക്കെ വെച്ചു. പിന്നെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. എല്ലാവർക്കും അറിയാമല്ലോ തോരനൊക്കെ, അത് ഞാൻ ചുമ്മാ പറയുന്നില്ല. രാവിലെ തൊട്ട് ഉച്ച ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫായിട്ട് ഇടാമെന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ. ഉച്ച വരെയുള്ളത് മാത്രമേ ഉള്ളൂ, വൈകുന്നേരം വരെയുള്ള ഒന്നും ഇടാനുള്ളതില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ബീട്രൂട്ട് തോരനാക്കി. അത് കഴിഞ്ഞ് പിന്നെ ഒരു രസവും കൂടി, വേറെ കറിയൊന്നും വയ്ക്കുന്നില്ല. ഇത് രണ്ടും തന്നെയാണ്. എന്ന് വെച്ചാൽ ഇവിടെ ചോറൊക്കെ കഴിക്കാൻ സുഖമില്ലാത്തതുകൊണ്ടും ഇച്ചിരി പാടാം. ഇങ്ങനത്തൊരു രസം വയ്ക്കാം. ഞാനിവിടെ രസത്തിന് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി വെളുത്തുള്ളിയും ജീരകവും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വെളുത്തുള്ളിയും ജീരകവും നല്ലപോലെ ഒന്ന് ചതച്ചതിന് ശേഷം പാൻ ചൂടാക്കി അതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തതിന് ശേഷം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി അങ്ങിടും. ഇട്ടിട്ട് തക്കാളി ഇച്ചിരി ഒന്ന് ഉടഞ്ഞ് വരപ്പോഴത്തേക്ക് കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി ഉള്ളതുകൊണ്ട് കുറച്ച് പുളി ഉള്ളൂ, അത് പിഴിഞ്ഞ് അതും കൂടെ അങ്ങ് ഒഴിക്കും. ഇത് പനിക്കൊക്കെ നല്ലതാണ്, കാരണം ഇതിനകത്ത് ഞാൻ കുരുമുളകാണ് കൂടുതലിടുന്നത്. ജലദോഷമൊക്കെ ഉണ്ടെങ്കിലേ നല്ല, ഇവിടെ പനിരസമെന്ന് പറയും. അതും കൂടെ അങ്ങ് ഒഴിച്ച് പുളിവെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഞാൻ ഉപ്പിട്ടത് ഇതിനകത്ത് കാണിക്കാൻ മറന്നു കേട്ടോ. അതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട്, പിന്നെ കുരുമുളകാണ് കൂടുതലിടുന്നത്. കുരുമുളക് വെച്ച് നല്ലപോലെ ഇടും. കുരുമുളക് നല്ലപോലെ ഇട്ടിട്ട് ഇച്ചിരി കായപ്പൊടിയും കൂടെ അങ്ങിടും. ഇട്ട് നല്ലപോലെ ഇളക്കി എടുക്കും. അതിനുശേഷം നമ്മൾ സാധാ കടുക് വറക്കത്തില്ലേ രസത്തിന്, ഇച്ചിരി വറ്റൽമുളകും ചെറിയ ഉള്ളിയും കടുകും എല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച്, പിന്നെ കറിവേപ്പിലയും പിന്നെ ഉലുവയും കൂടെ ഇടും താളിക്കാൻ നേരത്ത്. ഇച്ചിരി ഉലുവയും കൂടെ ഇട്ടിട്ടാണ് ഞാൻ താളിക്കുന്നത്.
അങ്ങ് താളിച്ചിട്ട് രസം കൂടെ എടുക്കും. രസം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന രസത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു മുട്ടയും കൂടെ വറുത്ത് ചോറ് കൊടുക്കും. പനിയുള്ളവർക്ക് കഞ്ഞിയാണേ. ചോറ് ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.